ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ പതിപ്പിച്ചുറപ്പിച്ച പേര്. അതാണ് കെവിൻ ഡി ബ്രൂയ്നെ. എല്ലാ ഇതിഹാസ കഥകൾക്കും വീരചരിതങ്ങൾക്കും അവസാനങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും കെവിൻ ഡി ബ്രൂയ്നെ വിട പറയുമ്പോൾ അത്തരമൊരു കഥയുടെ അവസാനമാകുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബേൺമൌത്തിനെതിരെ അവസാന മത്സരവും പൂർത്തിയാക്കി ഡി ബ്രൂയ്നെ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ്. ഒരു പതിറ്റാണ്ട് നീണ്ട ബന്ധത്തിന് ഇതോടെ അവസാനമാകുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആകാശ നീല നിറത്തിൽ ഇനി അയാളെ ആസ്വദിക്കാൻ കഴിയില്ല. ഇക്കാലം അത്രയും സിറ്റി മധ്യനിരയുടെ നെടും തൂണായ താരം. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങൾ സിറ്റിയിൽ പൂർത്തിയാക്കിയാണ് ഡി ബ്രൂയ്നയുടെ മടക്കം. ജർമ്മൻ ക്ലബ് വൂൾസ്ബർഗിൽ കളിച്ചപ്പോൾ തന്നെ ലോകോത്തര മിഡ്ഫീൽഡർ എന്ന് ഡി ബ്രൂയ്നെ അറിയപ്പെട്ടിരുന്നു. ഇത് അയാളെ ഇംഗ്ലീഷ് ഫുട്ബോളിൽ എത്തിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം 421 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞ താരം. 6 തവണ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ, 2 തവണ FA കപ്പും 1 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കി. ഇതടക്കം ചെറുതും വലുതുമായി ആകെ നേടിയത് 16 കിരീടങ്ങൾ. ഇക്കാലയളവിൽ അയാൾ അടിച്ചുകൂട്ടിയത് 108 ഗോളുകൾ, 177 ഗോൾ അസിസ്റ്റുകൾ. പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അസിസ്റ്റുകൾ നൽകിയ താരങ്ങളിൽ രണ്ടാമൻ. അങ്ങനെ പോകുന്നു ഡി ബ്രൂയ്നയുടെ സിറ്റി ഫുട്ബോളിലെ റെക്കോർഡുകൾ. കാൽപന്തിൻ്റെ കഥയിലെ പല താരങ്ങൾക്കും മിന്നിമറയുന്ന നിമിഷങ്ങൾ കൊണ്ട് പന്ത് തട്ടാൻ കഴിയും. കെവിൻ ഡി ബ്രൂയ്നെ അവരെക്കാൾ ഒരൽപ്പം ഉയരത്തിലാണ്. കാരണം മറ്റാരേക്കാളും വേഗത്തിൽ ഡി ബ്രൂയ്നയുടെ പാസുകൾ കടന്നുപോകും. 2017 പ്രീമിയർ ലീഗിൽ സ്റ്റോക്ക് സിറ്റിക്കെതിരെ മിന്നൽ വേഗത്തിൽ അയാളുടെ ബൂട്ടിൽ നിന്ന് പറന്ന പാസ് ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. 5ഓളം സ്റ്റോക്ക് സിറ്റി താരങ്ങളെ മറികടന്നെത്തിയ പന്ത് മാഞ്ചസ്റ്റർ സിറ്റിക്കായി ലീറോയ് സാനെ വലയിലെത്തിച്ചു. ഇതിഹാസ നിരയിലാണ് സിറ്റി ഫുട്ബോളിൽ ഡി ബ്രൂയ്നയ്ക്ക് സ്ഥാനം. സെർജിയോ അഗ്യൂറോ, വിൻസെന്റ് കോമ്പാനി, ഡേവിഡ് സിൽവ എന്നിവർക്കൊപ്പം നിൽക്കുന്ന താരം. എന്നാൽ കഴിഞ്ഞ ഏതാനും സീസണുകളിലായി ഡി ബ്രൂയ്നയുടെ പ്രതിഭയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട്. പ്രതാപകാലത്തിൻ്റെ നിഴലിലേക്ക് അയാൾ ഒതുങ്ങിയെന്ന് തോന്നുന്ന പ്രകടനങ്ങൾ. നിരന്തരമായി പരിക്കുകൾ വേട്ടയാടുവാനും തുടങ്ങി. ഒടുവിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ തീരുമാനം അയാൾ വേദനയോടെ കേട്ടു. പ്രീമിയർ ലീഗ് സീസണിലെ മോശം പ്രകടനത്തിൽ നിന്നും മോചനം നേടാനായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉയർപ്പിനായി ക്ലബ് വിടണമെന്ന തീരുമാനത്തെ ഡി ബ്രൂയ്നെ അംഗീകരിച്ചു. 33-കാരനായ ഡി ബ്രൂയ്നെ ഇനി എങ്ങോട്ടെന്നതിൽ സ്ഥിരീകരണങ്ങളില്ല. എങ്കിലും എത്തിഹാദ് സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് അയാൾ എന്നും ഉണ്ടാവും. കൊത്തിയുണ്ടാക്കുന്ന ശിലാരൂപമായി ആ ഇതിഹാസ താരം എക്കാലവും അവിടെയുണ്ടാവും. കൊത്തിയുണ്ടാക്കുന്ന ശിലാരൂപമായി ക്ലബിൻ്റെ ചരിത്രത്തിലും ആരാധക മനസ്സിലും ഒരിക്കലും മായാതെ.